കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു മയോണൈസ് ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഞാൻ എടുത്തിരിക്കുന്ന 2 മുട്ടയും 1/2 കപ്പ് ഓയിലും 1/2 സ്പൂൺ വിനെഗറും 1/2 സ്പൂൺ നാരങ്ങാ നീരും ലേശം ഉപ്പും അത്രയും മാത്രമേ ഇതിന് ചേർത്തിട്ടുള്ളൂ. നല്ല മയോണൈസ് തിക്കായിട്ടുള്ള നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കില്ല, ഓയിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. മുട്ടയുടെ വെള്ള വെച്ച് മാത്രം ഉണ്ടാക്കാം. ഞാനിത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലേശം കളർ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. പക്ഷേ വൈറ്റ് തന്നെയാണെങ്കിൽ വൈറ്റ് കളറിൽ തന്നെ മയോണൈസ് ഇരിക്കും. ഒരു ലൈറ്റ് ക്രീം കളറായെന്നേ ഉള്ളൂ. പക്ഷെ നല്ല തിക്കായിട്ടുള്ള നല്ല മയോണൈസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മയോണൈസിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ പൊടിക്കുന്ന ജാറിൽ ഇട്ടുവെച്ചാൽ മതി. മിക്സിയുടെ ബാക്കിലേക്കാണ് ബട്ടൺ തിരിച്ചു കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം മുട്ട ഏകദേശം ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്, ഒന്ന് മിക്സായി കിട്ടി. ഇതിലേക്ക് സ്റ്റെപ്പായിട്ട് 1/2 കപ്പ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഓയിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. 2 വെളുത്തുള്ളി അല്ലി വലുതെടുത്തിട്ടുണ്ട്, അതും നമുക്കിതിലേക്ക് മുറിച്ച് ചേർക്കാം. 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. 2 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് വീണ്ടും ബാക്കിലേക്ക് ബട്ടൺ തിരിച്ച് ക്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അരച്ചു കൊടുക്കാം. നിർത്തി വേണം അടിക്കാൻ, ഒറ്റ അടിക്ക് അങ്ങ് പോകരുത്. ഇപ്പോൾ വെളുത്തുള്ളി മുട്ടയുമായിട്ട് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനെഗർ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് 1/2 സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. 1/2 സ്പൂൺ വിനെഗർ മതിയേ. അതൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. ബാക്കിലേക്ക് തന്നെ അടിക്കാവുള്ളൂ. നിർത്തി തന്നെ അടിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊഴിച്ച് വീണ്ടും അടിക്കണം. ഏകദേശം 1/2 കപ്പ് ഓയിലോട് വേണേ. 1/2 കപ്പ് ഓയിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇത് നല്ല പ്ലഫി ആയിട്ട് പതഞ്ഞു വരത്തുള്ളേ. ഇതിലേക്കൊരു 1/4 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് വീണ്ടും നമുക്ക് അടിക്കണേ. ഇതാ നോക്കിയ മയോണൈസ് ഏകദേശം പാകമായിട്ടുണ്ട്. ഇത് നല്ല പ്ലഫി ആയിട്ട് വരുന്നുണ്ട്. നമുക്കിനി ബാക്കി ഓയിലും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം. ഓരോ സ്റ്റെപ്പും കൂടെ ബാക്കിലേക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ അടിച്ചു കൊടുക്കണം. ഇത് ബാക്ക് ബട്ടൺ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നമ്മുടെ മയോണൈസ് ഇവിടെ പാകമായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ലാസ്റ്റുള്ള ആ ഓയിലും ചേർത്ത് ഇനി നമുക്ക് ബാക്കിലേക്കല്ല അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ബട്ടണ മുമ്പോട്ടാണ് അടിക്കേണ്ടത്. ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതിയേ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവേ. ഒറ്റ പ്രാവശ്യം നമുക്ക് ഫ്രണ്ടിലേക്ക് അടിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതാ നോക്കിക്കേ, നല്ല തിക്കായിട്ടുള്ള മയോണൈസാണിത്. നല്ല പ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. വളരെ കുറച്ച് ചേരുവ മാത്രമേ മയോണൈസിനുള്ളൂ. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ്. അടുത്ത ഏൻസ് കിച്ചൻ്റെ വേറെ ഒരു വീഡിയോയിൽ വേറെ റെസിപ്പിയായിട്ട് കാണുന്നവരെയൊക്കെ ബൈ ബൈ.